ഹായ്. ആക്ച്വലി ഈ വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രാമർ സെക്ഷനിൽ പുതിയൊരു അഡീഷനാണ്. 2 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മളവിടെ പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന് ഇഡിയംസ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ റെഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് ഇഡിയംസ് എന്ന് നമുക്ക് നോക്കണം. രണ്ടാമത് പ്യുവർ വൊക്കാബുലറി ആണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിന് പെയർസ് ഓഫ് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമഗ്രയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഒരു ചോദ്യം നോക്കാം. ദിസ് ഇസ് ഫെയർലി സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ചോദ്യം വായിച്ച് മനസ്സിലാക്കാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്താണ് ചോദ്യം? ഇത് വായിക്കുമ്പോൾ തെറ്റിപ്പോരുത്. ക്രിയേറ്റ് പെയേഴ്സ് ഫ്രം ദ വേർഡ്സ് ഗിവൺ. താഴെ നിങ്ങൾക്ക് എത്ര വേർഡ്സ് തന്നിട്ടുണ്ട്? 1 2 3 4 5 6. അവിടെ നിങ്ങൾ 2 പെയേഴ്സ് ഉണ്ടാക്കണം അല്ലേ? പെയേഴ്സ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, പോലീസ് സ്റ്റേഷൻ. പോലീസ് എന്ന് പറഞ്ഞ വേർഡും സ്റ്റേഷൻ എന്ന് പറഞ്ഞ വേർഡും ആഡ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് പെയർ ഉണ്ടാക്കി അല്ലേ? എക്സൈറ്റിംഗ് പ്ലസ് മൂവി, എക്സൈറ്റിംഗ് മൂവി, അതൊരു വേർഡ് പെയറാണ്. അതുപോലെ വേർഡ് പെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ കാര്യം, വേറെ ഒന്നും ചെയ്യാനില്ല. നോക്കൂ, പെലേയോ ടുക്ക് ഡാഷ് ടു പുൾ ദ ഓൾഡ് മാൻ. പെലേയോ ഈ മഡിൽ നിന്ന് ഓൾഡ് മാനെ പുറത്തേക്ക് എടുക്കാൻ എന്തോ എടുത്തു. അപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്തെടുത്തു എന്നാണ്? എഫേർട്ട് എടുത്തു എന്നാണ്, പ്രയത്നം എടുത്തു എന്നാണ്. പക്ഷെ അതൊരു വേർഡായിട്ടേ ഉള്ളൂ. അവിടെ നമുക്ക് എന്ത് വേണം? പെയർ ഓഫ് വേർഡ് വേണം. അപ്പോൾ എന്ത് എഫേർട്ടാണ്? എന്തൂസിയാസ്റ്റിക് എഫേർട്ട് ആണോ? അല്ല. എഫേർട്ട് എന്തൂസിയാസ്റ്റിക് ആണോ? അല്ല. ഹാപ്പി എഫേർട്ട് ആണോ? പിന്നെ വലിക്കുമ്പോൾ ഹാപ്പി എഫേർട്ട്. പിന്നെ എന്താണ്? ട്രെമൻഡസ് എഫേർട്ടാണ്. ട്രെമൻഡസ് എന്ന് വെച്ചാൽ അത്യധികം, സംതിങ് ദാറ്റ് ഈസ് വെരി ഹ്യൂജ് ഓർ ബിഗ് എന്നാണ് ട്രെമൻഡസിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ എയുടെ ആൻസർ എന്താണ്? എന്തെടുത്തു? ട്രെമൻഡസ് എഫേർട്ട്. ട്രെമൻഡസ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവും എഫേർട്ട് എന്ന് പറഞ്ഞ നൗണും. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഒരു വേർഡ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല, കാരണം പേര് എഴുതാനാണ് പറഞ്ഞത്. സോ പെലേയോ ടുക്ക് ട്രെമൻഡസ് എഫേർട്ട് ടു പുൾ ദ ഓൾഡ് മാൻ ഔട്ട് ഓഫ് ദ മഡ്. ദ ഡാഷ് ഫ്ലോക്ക് ടു പെലേയോസ് ഹൗസ്. പെലയുടെ വീട്ടിൽ ഫ്ലോക്ക് ചെയ്തു, കൂട്ടം കൂടി, വന്നു കൂടി. ആര്? ആളുകൾ വന്നു കൂടി എന്നാണ് പറയേണ്ടത്. സോ ആളുകൾ ക്രൗഡാണ്, പക്ഷെ അത് ഒരു വേർഡായിട്ടേ ഉള്ളൂ. അപ്പം അത് പേരാക്കണമെങ്കിൽ എങ്ങനത്തെ ആളുകൾ എന്ന് പറയണം? എന്തൂസിയാസ്റ്റിക് ക്രൗഡ്. ഹാപ്പി ക്രൗഡിനേക്കാൾ അവിടെ അപ്രോപ്രിയേറ്റ് എന്താണ്? എന്തൂസിയാസ്റ്റിക് ക്രൗഡാണ്. അപ്പം ബിയുടെ ആൻസറും കിട്ടി. എന്താണ്? എന്തൂസിയാസ്റ്റിക് ക്രൗഡ്. സിമ്പിളാണ് കാര്യം. ഇപ്പം കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ തരാം, ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ്, ക്രിയേറ്റ് പെയർസ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ് ബിലോ. ബബ്ലു വാസ് ഷോക്ക്ഡ് ബൈ ദ ഡാഷ് ഓഫ് ദ സാനിറ്ററി നാപ്കിൻസ്. സാനിറ്ററി നാപ്കിൻസിന്റെ എന്തോ കേട്ടപ്പോൾ ബബ്ലു ഷോക്ക്ഡ് ആയി. അപ്പം നമുക്കറിയാം പ്രൈസ് കേട്ടപ്പോഴാണ് ഷോക്ക്ഡ് ആയത്. പക്ഷേ പെയർ ഉണ്ടാക്കണം. സോ എന്ത് പ്രൈസാണ്? എന്തൂസിയാസ്റ്റിക് പ്രൈസ് ആണോ? അഫോർഡബിൾ പ്രൈസ് ആണോ? അഫോർഡബിൾ അല്ലാത്തതാണല്ലോ പ്രശ്നം. പിന്നെയോ എക്സോർബിറ്റൻ പ്രൈസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് അറിയാം എന്താണ് എക്സോർബിറ്റൻ, സംതിങ് ദാറ്റ് ഈസ് വെരി ഹൈ അല്ലേ? അൺറീസണബിളി ഹൈ എന്നാണ് എക്സോർബിറ്റൻ്റെ മീനിങ്. സോ ഒന്നാമത്തെ വേർഡ് പെയർ എക്സോർബിറ്റൻ പ്രൈസ് കേട്ടപ്പോൾ ഞെട്ടി എന്നാണ്. അടുത്തത്, ആൻഡ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ടു മേക്ക് ഡാഷ് ഫോർ ദ പുവർ വിമൺ. പുവർ വിമണിന് വേണ്ടി എന്തുണ്ടാക്കാൻ? നാപ്കിൻസ് ഉണ്ടാക്കാൻ. പക്ഷെ ഇത് പേരായിട്ടില്ല. അപ്പം എന്ത് നാപ്കിൻസ് ആണ്? അഫോർഡബിൾ നാപ്കിൻസ്. എന്തൂസിയാസ്റ്റിക് നാപ്കിൻസ് അല്ലല്ലോ. അപ്പം എന്താണ്? അഫോർഡബിൾ നാപ്കിൻസ്. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു പാർട്ടിലേക്ക് പോവാം. അതെന്താണ്? ഇഡിയംസ് ആണ്. സർ, എന്താണ് ഇഡിയംസ് എന്ന് പറയുന്നത്? ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലുകളാണ്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ചൊല്ലുകൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് എന്ത്? ഓ പിന്നെ അവൻ പരീക്ഷയിൽ ജയിക്കും, കാക്ക മലന്ന് പറക്കുമ്പോൾ. കാക്ക മലന്ന് പറക്കുമ്പോൾ. ഈ കാക്ക മലന്ന് പറക്കുമ്പോൾ എന്നുള്ളത് മലയാളത്തിലൊരു ചൊല്ലാണ്, ഇഡിയമാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് അല്ലേ? എന്താണ്? വെൻ ദ പിഗ്സ് ഫ്ലൈ. വെൻ ദ പിഗ്സ് ഫ്ലൈ. അതൊരു ഇഡിയമാണ്. അതുപോലെ നമ്മൾ പറയാറില്ലേ, കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ. അതൊരു ചൊല്ലാണ്, ഇഡിയമാണ്. അതിന് ഇംഗ്ലീഷിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഡിയമുണ്ട്. എന്താണ്? ലേ പേൾസ് ബിഫോർ സ്വൈൻ. അവിടെ കുരങ്ങനാണെങ്കിൽ ഇംഗ്ലീഷിൽ സ്വൈൻ ആണ്, പന്നിയാണ്. പേൾ എന്ന് വെച്ചാൽ മുത്തുകളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്താ പറയുക, ലാംഗ്വേജുകളിലുള്ള ചൊല്ലുകളെയാണ് നമ്മൾ പൊതുവെ ഇഡിയംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയാണ് എക്സാമിന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ വരാൻ സാധ്യത. കംപ്ലീറ്റ് ദ പാരഗ്രാഫ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഇഡിയംസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഏതൊക്കെയാണ് ഇഡിയംസ് വന്നിട്ടുള്ളത്? ഒന്ന്, ക്ലൗഡ് 9 ആണ്. അപ്പോൾ നമുക്ക് അറിയില്ല എന്താ ക്ലൗഡ് 9 എന്ന്. ഞാൻ പഠിപ്പിച്ചു തരാം എന്താണ് ക്ലൗഡ് 9. മറ്റൊന്ന്, ആപ്പിൾ ഓഫ് ദർ ഐസ്. ആപ്പിൾ ഓഫ് ദർ ഐസ്. നിങ്ങൾ മലയാളത്തിൽ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ണിലുണ്ണി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. കണ്ണിലുണ്ണി. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്താ പറയുക, ഇക്വിവാലൻ്റ് ആണ് എന്ത്? ആപ്പിൾ ഓഫ് മൈ ഐസ്, ആപ്പിൾ ഓഫ് ദർ ഐസ്. ഇനി വൈൽഡ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ വൈൽഡ് ഫയർ എന്നാ പറയാം. കാട്ടുതീ നമ്മൾ മലയാളത്തിൽ പറയാം. ദെൻ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്.
എന്താ ഈ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ? ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ്. ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ചു വരിക, അല്ല, ഒളിച്ചും പാത്തും വരിക. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം മോശമായിട്ട് തോന്നും, അയ്യോ അത് നടക്കണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും അത് നന്നായി, അത് നല്ല കാര്യമായി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ് തോറ്റു. അപ്പോൾ ആദ്യം ആൾക്കാർ നോക്കുമ്പോൾ എന്താണ്, അയ്യോ ഇതൊരു മോശം കാര്യമാണ്. പക്ഷേ 10ാം ക്ലാസ് തോറ്റപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ വാശിക്ക് 10ാം ക്ലാസ് എഴുതിയെടുത്തു, +1 +2 നന്നായിട്ട് പഠിച്ചു, എന്നിട്ട് IIT റാങ്ക് ഹോൾഡർ ആയിട്ട് കയറി. അപ്പോൾ അതെന്താണ്? 10ാം ക്ലാസ് തോറ്റതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. അപ്പോൾ അതിനെയാണ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുക. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് ആദ്യമേ സറണ്ടർ ചെയ്യുന്നതിന് പകരം ചെയ്യാൻ പറ്റുമോ നോക്കാം. എലിസണ്ടർ തോട്ട് ദാറ്റ് ദ ഓൾഡ് മാൻസ് അപ്പിയറൻസ് വാസ് ഡാഷ്. എലിസണ്ടർ വിചാരിച്ചു ഓൾഡ് മാൻ്റെ അപ്പിയറൻസ് എന്താണ്? ഡാഷ് ആണ്. That was a cloud9, was a apple of their eyes, was a wildfire, was a blessing in disguise. അപ്പോൾ cloud9 എന്താണെന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ? cloud9 എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? cloud9 എന്ന് പറയാം. എക്സ്ട്രീംലി ഹാപ്പി. ഐ വാസ് ഓൺ cloud9 when the marks were published. മാർക്സ് പബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ cloud9ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ 3ാം സ്വർഗം എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തിൽ നിന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ പറ്റിയ ഒരേ ഒരു ഫ്രേസൽ വെർബേ ഉള്ളൂ. എന്താണ്? വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഈ ഓൾഡ് മാൻ്റെ അപ്പിയറൻസ് ഭയങ്കര മോശമായിരുന്നു, വലിയ ചെറികളൊക്കെ ആയിട്ട് ഇവർ ഷോക്ക്ഡ് ആവുന്നുണ്ട്. പക്ഷെ പിന്നീട് മനസ്സിലായി ഇതൊരു അനുഗ്രഹമാണ്, കാരണം ഇതുകൊണ്ട് ഒരുപാട് പൈസ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റി. സോ എലിസണ്ടർ തോട്ട് ദാറ്റ് ദ ഓൾഡ് മാൻസ് അപ്പിയറൻസ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ദ കപ്പിൾ വേർ ഓൺ ഡാഷ് വെൻ ദർ ബേബി വാസ് ക്യൂർഡ്. അല്ലേ? അവരുടെ ബേബി കുട്ടിക്ക് ക്യൂർഡ് ആയപ്പോൾ, അവരുടെ അസുഖം ഭേദമായപ്പോൾ കപ്പിള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നർത്ഥമുള്ള ഇഡിയം ഏതാണ്? cloud9 ആണ്. സി, ഹി വാസ് ദ ഡാഷ് ടു ദം. അല്ലെ, ആ കുട്ടി അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? ആപ്പിൾ ഓഫ് ദർ ഐസ് ആയിരുന്നു. ആപ്പിൾ ഓഫ് ദർ ഐസ് ആയിരുന്നു. ലാസ്റ്റ് വൺ, ദ ന്യൂസ് സ്പ്രെഡ് ലൈക്ക്. ആ ന്യൂസ്, ആ വാർത്ത എന്ത് ചെയ്തു? ഒരു വൈൽഡ് ഫയർ പോലെ സ്പ്രെഡ് ചെയ്തു. ഇത്രേ ഉള്ളൂ കാര്യം. ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നേ. കാരണം കേരളത്തിലെ 4.5 ലക്ഷം കുട്ടികൾക്ക് അത് കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾക്കും ആയിരിക്കാം. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. നാച്ചു സാർ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചൊരു അഡീഷണൽ കാര്യങ്ങൾ കൂടെ തരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, cloud9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹാപ്പി, ഇൻ ഗ്രേറ്റ് ജോയ് എന്നാണ്. ആപ്പിൾ ഓഫ് ദ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മൺ വെരി സ്പെഷ്യൽ ഓർ ലൗഡ് ബൈ സമ്മൺ. വൈൽഡ് ഫയർ എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് സ്പ്രെഡ്സ് വെരി ഫാസ്റ്റ്, കാട്ടുതീ പോലെ വേഗത്തിൽ പടരുന്ന ഒരു സാധനം. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ദാറ്റ് സീംസ് ബാഡ് അറ്റ് ഫസ്റ്റ്. തുടക്കത്തിൽ മോശമായിട്ട് തോന്നും, ബട്ട് ടേൺസ് ഔട്ട് ടു ബി ഗുഡ്. പക്ഷെ പിന്നീട് നല്ലതായിട്ട് തീരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട കുറച്ച് ഇഡിയംസ്. ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട, കണ്ടാൽ പരിചയം ഉണ്ടെങ്കിൽ മാത്രം മതി. കണ്ടാൽ പരിചയം ഉണ്ടായാൽ മാത്രം മതി. ഒന്ന്, ഹോൾഡ് യുവർ ടങ് ആണ്. ഹോൾഡ് യുവർ ടങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോണ്ട് സ്പീക്ക് എന്നാണ് അല്ലേ? ഹോൾഡ് യുവർ ടങ് എന്ന് വെച്ചാൽ സംസാരിക്കരുത്, സ്റ്റേ ക്വയറ്റ്, മിണ്ടാതിരിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. ദെൻ അടുത്തത് സ്പിൽ ദ ബീൻസ് ആണ്. ബീൻസ് എന്ന് വെച്ചാൽ പയർ എന്നാണ്, സ്പിൽ എന്ന് വെച്ചാൽ ചെരിയുക എന്നാണ്. സോ സ്പിൽ ദ ബീൻസ് എന്ന് വെച്ചാൽ പയർ ചെരിയുക എന്നല്ല, ഒരു സീക്രട്ട് റിവീൽ ചെയ്യുക, ഒരു രഹസ്യം പുറത്താവുക എന്നാണ്. ദെൻ എ പീസ് ഓഫ് കേക്ക്. എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, ദാറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. ദ എക്സാം, ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. അടുത്തത് ദ ഐസിങ് ഓൺ ദ കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ വെരി ഈസി എന്നാണ്. ഐസിങ് ഓൺ ദ കേക്ക് എന്ന് വെച്ചാൽ എന്താണ്? കേക്ക് ഓൾറെഡി ഒരു നല്ല കാര്യമാണ്, അതിന് മുകളിൽ ഐസിങ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നല്ല കാര്യം ആഡ് ചെയ്യാം. നോക്കൂ, സംതിങ് ദാറ്റ് മേക്സ് എ ഗുഡ് സിറ്റുവേഷൻ ഈവൻ ബെറ്റർ. ഓൾറെഡി നല്ലൊരു സിറ്റുവേഷനെ കുറച്ചുകൂടെ നന്നാക്കുക. കേക്ക് ഓൾറെഡി നല്ലതാണ്, അതിന് മുകളിൽ ഐസിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവുകയാണ്. ദെൻ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ എ ഫ്രണ്ട്ലി വേ. അതായത് പരിചയമില്ലാത്ത ആൾക്കാരെ ഒന്ന് സംസാരിച്ച് ഇടപഴകി അവർ തമ്മിൽ നോക്കിയാവാം. ദെൻ ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് വെച്ചാൽ ബുള്ളറ്റ് കടിക്കലല്ല, പിന്നെന്താണ്? ഡു സംതിങ് ഡിഫിക്കൽട്ട് ദാറ്റ് യു ഹാവ് ബീൻ അവോയ്ഡിങ്. അതായത് നിങ്ങൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക, വേറെ ഒരു വഴിയില്ല. യു ഹാവ് ടു ബൈറ്റ് ദ ബുള്ളറ്റ്. ദെൻ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഓൺ ദ ഹെഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നെയിലാണ്, ഇത് ആണിയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഹെഡ് എന്ന് വെച്ചാൽ കറക്റ്റ് ഓൺ ദ സ്പോട്ടിൽ അടിക്കുക എന്ന് വെച്ചാൽ കറക്റ്റ് കാര്യം പറയുക. സേ സംതിങ് എക്സാക്ട്ലി റൈറ്റ്. ദെൻ ബ്രേക്ക് എ ലെഗ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നാളെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് അഞ്ജന ബ്രേക്ക് എ ലെഗ് എന്ന് വെച്ചാൽ എന്താ? അഞ്ജന പോയി കാലൊടിക്കുന്നല്ല. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് ലക്ക് എന്നാണ്. ഓഫൺ സെറ്റ് ടു സമ്മൺ ബിഫോർ എ പെർഫോമൻസ്. ഒരു പെർഫോമൻസിന് മുമ്പൊക്കെയാണ്, ഇപ്പോൾ ഒരു ഡാൻസ് പെർഫോമൻസിന് മുമ്പ്, ഒരു ആക്ടിംഗ് പെർഫോമൻസിന് മുമ്പൊക്കെയാണ് നമ്മൾ ബ്രേക്ക് എ ലെഗ് എന്ന് പറയാറ്. കഴിഞ്ഞു. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. പൂച്ചയെ ബാഗിൽ നിന്ന് പുറത്താക്കുക എന്ന് വെച്ചാൽ നേരത്തെ സ്പിൽ ദ ബീൻസ് പറഞ്ഞ പോലെ എന്താണ്? ആക്സിഡന്റലി റിവീൽ എ സീക്രട്ട് എന്നാണ്. ദെൻ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് വെച്ചാൽ വർക്ക് ലേറ്റ് നൈറ്റ് അല്ലേ? ഇപ്പോൾ നാച്ചു സാർ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്? ഐ ഹാവ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ യെസ്റ്റർഡേ. കാരണം ഇന്നലെ എനിക്ക് സ്ലൈഡ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നു. സോ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ഇനി കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് അല്ല, യെസ്റ്റർഡേ ഓർ
ലാസ്റ്റ് ഇയർ ഐ ബോട്ട് എ കാർ, ഇറ്റ് കോസ്റ്റ് മീ an arm and a leg. ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ ഒരു കൈയും കാലും വില വരിക എന്നല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ്, വെരി എക്സ്പെൻസീവ് ആണെന്നാണ്. ദെൻ ഹിറ്റ് ദ സാക്ക്, സിമ്പിൾ ആണ്. ഹിറ്റ് ദ സാക്ക്, സാക്ക് എന്ന് വെച്ചാൽ കിടക്ക എന്ന അർത്ഥത്തിൽ എടുക്കുക. ഹിറ്റ് ദ സാക്ക് എന്ന് വെച്ചാൽ ഗോ ടു ബെഡ്, ഗോ ഹിറ്റ് ദ സാക്ക്, ഇറ്റ്സ് 12 o'clock. ദെൻ അണ്ടർ ദ വെതർ, ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർ ദ വെതർ എന്ന് വെച്ചാൽ കാലാവസ്ഥ. അണ്ടർ ദ വെതർ എന്ന് വെച്ചാൽ കാലാവസ്ഥയ്ക്ക് അടിയിൽ എന്നല്ല, ഫീലിംഗ് സിക്ക് എന്നാണ് അല്ലേ. ഫീലിംഗ് ബ്ലൂ എന്ന് പറയും നമ്മൾ. ഫീലിംഗ് ബ്ലൂ എന്ന് വെച്ചാൽ എന്താണ്? ഫീലിംഗ് വെരി സാഡ്, ഡിസപ്പോയിൻറ്റഡ് എന്നൊക്കെയാണ്. ദെൻ കിക്ക് ദ ബക്കറ്റ്, ഫോർ എക്സാമ്പിൾ നാരായണേട്ടൻ കിക്ക്ഡ് ദ ബക്കറ്റ് യെസ്റ്റർഡേ. നാരായണേട്ടൻ കിക്ക് ദ ബക്കറ്റ് യെസ്റ്റർഡേ എന്ന് വെച്ചാൽ നാരായണേട്ടൻ ഇന്നലെ ബക്കറ്റ് കിക്ക് ചെയ്തൊന്നല്ല. ഇറ്റ്സ് the pessimistic way of saying, or sophisticated way of saying മരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ദെൻ വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ആ ക്ലാസ്സിൽ വരുന്ന വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ വെച്ചാൽ ഹാപ്പൻസ് വെരി റയർലി, വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബ്ലൂ മൂൺ വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നത്. അതുപോലെയാണ് ഹി കംസ് ടു ദ ക്ലാസ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അപ്പോൾ വല്ലപ്പോഴൊക്കെ ക്ലാസ്സിൽ വരാറ്. ദെൻ ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. സ്പിൽഡ് മിൽക്ക് എന്ന് വെച്ചാൽ തൂകിയ മിൽക്ക് അല്ലെ. സ്പിൽഡ് മിൽക്കിന്റെ മുകളിൽ കരഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ വെറി അബൌട്ട് സംതിങ് ദാറ്റ് കനോട്ട് ബി ചേഞ്ച്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് വറി ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ടെൻഷനും കൂടെ തീർന്നു, ആ ടോപ്പിക് കൂടെ നമ്മൾ പഠിച്ചു. ആൻഡ് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു വരുന്നത്. അതിനുവേണ്ടി നാച്ചു സാർ വെയിറ്റിംഗ് ആണ്. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, താങ്ക് യു.